2019 ഫെബ്രുവരി 17 രാത്രി കേരളീയ സമൂഹം മുഴുവനും മറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ദിവസമാണത്. കാസർകോട്ടെ കൃപേഷും ശരത്ലാലും അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ദിവസം. ഇരുട്ടിൻ്റെ മറവിൽ അവരുടെ ജീവന് വേണ്ടി കൊതിയോടുകൂടി കാത്തിരുന്ന, രാഷ്ട്രീയപരമായിട്ട് പക തീർത്ത കൊലപാതകികളുടെ വിവരം പുറത്തറിഞ്ഞ ദിവസം. എത്രമേൽ ക്രൂരമായിരുന്നു ആ ദിവസമെന്നുള്ളത് നമ്മൾ ഓർത്തുപോവുക. കാസർഗോഡ് കല്ലിയോട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ആ ഗ്രാമത്തിൽ ആ ക്ഷേത്രോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിക്കുന്ന ദിവസം. എല്ലാവരും ആ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട് ഒരു നാടിൻ്റെ ഉത്സവമായി നടക്കുന്ന ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുന്ന ഒരു സമയം. ആ സമയത്തിൻ്റെ രാത്രിയാണ് കൃപേഷും ശരത്ലാലും തൻ്റെ വീട്ടിലേക്ക് രാത്രി പോകുന്ന വഴിയിൽ വെച്ച് അറുംകൊല ചെയ്യപ്പെടുന്നത്. തൻ്റെ സുഹൃത്തായിട്ടുള്ള ദീപുവിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി പോവുകയാണ്. ദീപുവിൻ്റെ കല്യാണത്തിന് ഒരു ഗ്രാമം മുഴുവനും ആഘോഷത്തിലേക്ക് പോകണം. ദീപുവിൻ്റെ കല്യാണത്തിന് വേണ്ടി ഡ്രസ് കോഡ് എടുക്കണം. ആ ഡ്രസ് കോഡിന് വേണ്ടി സുഹൃത്തുക്കളെല്ലാവരും സ്വരൂപിച്ചെടുത്ത പണമുണ്ട്. ആ പണമുള്ളത് ശരത്ലാലിൻ്റെ വീട്ടിലാണ്. ആ പണം ശരത്ലാലിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കണം. അതുകൊണ്ട് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ് കൃപേഷും ശരത്ലാലും. ശരത്ലാലിൻ്റെ വീട്ടിൽ നിന്ന് ആ പണം എടുക്കണം. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ് കോഡിൻ്റെ വസ്ത്രങ്ങൾ വാങ്ങണം. എന്തൊരു പ്രതീക്ഷയാണ്, എന്തൊരു നല്ല നാളേക്കുള്ള ചിന്തകളാണ് ആ യുവാക്കളുടെ മനസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ടാവുക. ഒരു നാട് മുഴുവനും എത്രമേൽ സന്തോഷത്തോടു കൂടിയായിരിക്കും ഒരു സുഹൃത്തിൻ്റെ കല്യാണമൊക്കെ കാണുന്ന സമയമുണ്ടാവുക. അങ്ങനെയുള്ള കൃപേഷും ശരത്ലാലും വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആ ക്ഷേത്രം കഴിഞ്ഞ് 500 മീറ്റർ അപ്പുറത്ത് ആ രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ ഒരു പ്രദേശത്ത് ഈ കൊലപാതകികൾ ഒളിച്ചിരിക്കുന്നത്. കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വാഹനത്തിൻ്റെ മുമ്പിലേക്ക് അവർ ചാടി ഇറങ്ങുന്നു. അവിടെയിട്ട് അതിക്രൂരമായി അവരെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ശരത്ലാലിന് 17ലധികം വെട്ടുകളാണ് വെട്ടിയിട്ടുള്ളത്. കൃപേഷിനെ ഒരു വെട്ടിന് കൃപേഷിൻ്റെ തല പിളരുന്ന രീതിയിൽ കൃപേഷിനെയും വെട്ടുന്നു. ശരത്ലാലിന് ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അവിടെ കടന്ന് പിടയുന്നു. തലക്ക് വെട്ടേറ്റ കൃപേഷ് ആ വെട്ടുകൊണ്ട് മരണത്തിൻ്റെ പിടച്ചിലുമായി കൃപേഷ് അല്പദൂരം ആ കാട്ടിലേക്ക് ഓടുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്നുള്ള രീതിയിലാണ് കൃപേഷ് ഓടുന്നത്. പക്ഷേ തലക്ക് ഏറ്റിട്ടുള്ള മഴുകൊണ്ടുള്ള വെട്ടിൽ തല ഇങ്ങനെ പിളർന്ന് രക്തം ഇങ്ങനെ വാർന്നു പോകുമ്പോൾ കൃപേഷ് പോയി കുറച്ച് ദൂരം ഓടുമ്പോഴേക്കും വീണ് പോകുന്നു. കൃപേഷ് അവിടെ രക്തം വാർന്നൊലിച്ചു മരിക്കുന്നു. എത്രമേൽ ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഒരു ഗ്രാമത്തിൽ നടത്തിയിട്ടുള്ളത്. എന്താണ് ഈ കൊലപാതകം നടക്കാനുണ്ടാകുന്ന കാരണം? രാഷ്ട്രീയ പകയാണ് ഈ കൊലപാതകത്തിൻ്റെ പിന്നിലൊക്കെ. എന്താണ് ഈ രാഷ്ട്രീയ പക? ഒരു നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടാക്കുമോ എന്ന തോന്നലാണോ? എന്താണ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം? എല്ലാവരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കാൻ വേണ്ടി കഴിയില്ല. എല്ലാവർക്കും വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അവരോടൊക്കെ മാന്യമായി രാഷ്ട്രീയം പറയുകയും തങ്ങളുടെ രാഷ്ട്രീയത്തെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്ന് നോക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കുകയും ഞങ്ങളുടെ രാഷ്ട്രീയത്തെ മാത്രം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് പറയുന്നിടത്താണ് ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയവും ഈ കൊലപാതകങ്ങളും ഉണ്ടാകുന്നത്. കൃപേഷും ശരത്ലാലും ഒരു നാടിൻ്റെ അഭിമാനമായിരുന്നു. ആ നാടിൻ്റെ കൂട്ടായ്മയിൽ എല്ലാത്തിലും മുമ്പിൽ നിന്നവരായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ ചെറുപ്രായക്കാരെ. പക്ഷേ അവരെ കൊന്നു കളയണമെന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയമുണ്ട്. അവർ ഈ നാട്ടിൽ വളർന്നു വന്നാൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരാകുമെന്ന് തീരുമാനിക്കുന്നവരുണ്ട്. രാഷ്ട്രീയം ഞങ്ങൾക്കൊരിക്കലും എതിരുള്ള പ്രവർത്തകന്മാർ ഗ്രാമത്തിൽ ഉണ്ടാവരുത് എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. ആ തീരുമാനമാണ് കൃപേഷിനെയും ശരത്ലാലിനെയും കൊലയിലേക്ക് നയിച്ചത്. അത് ഓരോ കൊലപാതകങ്ങളും അങ്ങനെ തന്നെയാണ്. TP ചന്ദ്രശേഖരനും അരിയിൽ ഷുക്കൂറും ഷുവൈബും ഒക്കെ കൊല ചെയ്യപ്പെടുന്നത് അവരാരും വലിയ പ്രശ്നക്കാരായതുകൊണ്ടല്ല. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ഒരു കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള അതിക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനത്തിൽ നിന്നാണ് ആ കൊലപാതകങ്ങൾ മുഴുവനും നടക്കുന്നത്. ആ കൃപേഷും ശരത്ലാലും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ആ കുടുംബം അനാഥകളെപ്പോലെ ജീവിക്കേണ്ടി വന്നു. ആ അമ്മയും അച്ഛനും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് വർഷങ്ങളോളം നടന്നു. കോടതികൾ മുഴുവനും കയറി. സാധാരണ ലോക്കൽ പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ ആ കേസിൽ
പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒന്നടങ്കം പറഞ്ഞു. ആ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു ക്രൈംബ്രാഞ്ച് താൽക്കാലികമായി ചില പ്രതികളെ മാത്രം ഒന്ന് പിടിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണമുണ്ടായിരുന്നു. കൊല്ലുന്നവർ ടൂളുകൾ മാത്രമാണ്, അവരൊരു ടൂൾ മാത്രമാണ്. പക്ഷേ കൊല ചെയ്യപ്പെടാൻ വേണ്ടി തീരുമാനിക്കുന്നവരുണ്ട്, അവരെ പറഞ്ഞയക്കുന്നവരുണ്ട്, അവർക്ക് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരുണ്ട്, നിങ്ങൾ ചെയ്തിട്ട് വാ, സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടെന്ന് പറയുന്നവരുണ്ട്. അവരെ കൂടി പിടിക്കണമെന്നുള്ള ആ നാടിൻ്റെയും ആ കുടുംബത്തിൻ്റെയും നിരന്തരമായ ആവശ്യത്തിൻ്റെ പിന്നിൽ ആ ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഈ കേസിൻ്റെ ഫയലുകൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ അമ്മമാർ കരഞ്ഞു പറഞ്ഞത്, ഈ അന്വേഷണം ഒരിക്കലും ഞങ്ങൾക്ക് തൃപ്തികരമല്ല, ഇത് CBI അന്വേഷിക്കണം, യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണം, ഇനി ഒരമ്മക്കും ഒരു മകൻ നഷ്ടപ്പെട്ടു പോകരുത്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരു കൊലപാതകങ്ങളും നടക്കരുത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി വേണമെന്ന് ആ 2 അമ്മമാരും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് കോടതിയിൽ പോയി പറഞ്ഞപ്പോൾ കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. CBI അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. CBI ആ കേസിലെ ഓരോ പ്രതികളെയും കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് ആ കേസ് കോടതിയിൽ ഹാജരാക്കി. ആ കേസാണ് ഇന്നലെ വിധി വന്നിരിക്കുന്നത്. ഒരു പാർട്ടിയുടെ മുൻ MLAയും CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരും അവിടുത്തെ ഏരിയ കമ്മിറ്റിയിൽ അംഗങ്ങളും DYFIയുടെ മുൻ നേതാക്കന്മാരും ലോക്കൽ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ ഒരു കേസിൽ പ്രതിയായിരിക്കുന്നു. അവർക്കുള്ള ശിക്ഷാ വിധി 3-ാം തീയതി വിധിക്കുവാൻ വേണ്ടി കോടതി പോകുന്നു. ആ കേസ് മുന്നോട്ട് പോകുമ്പോൾ ആ കേസിൽ CBI അന്വേഷണം വേണമെന്ന് ഈ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ പറയുമ്പോൾ എന്തായിരുന്നു നമ്മളെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം? ആ ഗവൺമെൻറ് എടുത്ത തീരുമാനം CBI അന്വേഷണം വേണ്ട എന്നുള്ളതായിരുന്നു. ക്രൈംബ്രാഞ്ച് ഉണ്ടാക്കുന്ന പ്രതികളെ മാത്രം നോക്കിയാൽ മതി എന്നായിരുന്നു. പക്ഷേ CBI അന്വേഷണം നടത്തിയപ്പോഴാണ് മുൻ MLA അതിൽ ഉള്ള വിവരം അറിയുന്നത്. അങ്ങനെ ആ കേസ് കോടതിയിൽ നിരന്തരമായി വാദം നടക്കുമ്പോൾ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ കേരളത്തിൻ്റെ സർക്കാർ തീരുമാനമെടുക്കുന്നത് CBI അന്വേഷണം ഒരിക്കലും വേണ്ട എന്നുള്ളതായിരുന്നു. ആ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ CBI അന്വേഷണം വേണ്ട എന്ന് പറയാൻ വേണ്ടി കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ടാണ് ഏറ്റവും പ്രഗത്ഭരായ വക്കീലന്മാരെ കൊണ്ടുവന്നുകൊണ്ട് ഈ സർക്കാർ കോടതിയിൽ CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ കോടതി അവരുടെ ആ വാദങ്ങളെ തള്ളിക്കളഞ്ഞു. CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്നലെ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. ഈ കേസിലെ 14 പ്രതികൾ ഈ കൊലപാതകവുമായി നേരിട്ട് ബന്ധപ്പെട്ടവരും കൊലപാതകത്തിൽ പങ്കാളികളായവരും കൊലപാതകത്തിന് വേണ്ടി പിന്തുണ കൊടുത്തവരും അതിനുവേണ്ടി ആസൂത്രണം നടത്തിയവരുമാണെന്ന്. ഒരു കൊലപാതകവും കേരളത്തിൽ നടക്കരുത്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കൊല ചെയ്യപ്പെടരുത്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പേരിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകരുത്. ആ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു വിധിയായിട്ട് ഇന്നലെ എറണാകുളം CBI കോടതിയുടെ വിധി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം.